രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി ആർ ശ്രീലേഖ. അതിജീവിതയ്ക്കൊപ്പം മാത്രമാണെന്നാണ് ഇപ്പോൾ തിരുത്ത്. അമ്മയാണെന്നും മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും പോസ്റ്റിലുണ്ട്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ നിലപാട് മാറ്റമുണ്ടായിരിക്കുന്നത്. ഞാൻ അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയതുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് കറക്റ്റ് ചെയ്ത ഉടൻ തന്നെ ചെയ്യും. ആ പെൺകുട്ടിയുടെ ഒപ്പമാണ് ഞാൻ, അതിജീവിതയുടെ ഒപ്പമാണ് ഞാൻ. എപ്പോഴും ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. സഹിക്കാൻ പറ്റാത്തത്ര ദുരിതത്തിലൂടെയാണ് കുഞ്ഞ് കടന്നുപോയതെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. എന്നുള്ള നിലയിൽ, ഒരു വനിത എന്നുള്ള നിലയിൽ, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഇത് വൈകി പോയതിന്റെ പ്രതിഷേധം, ഈ ഒരു കാര്യത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ആർ ശ്രീലേഖ നേരത്തെ തന്നെ നടിയെ ആക്രമിച്ച കേസിലടക്കം ദിലീപിന് പിന്തുണ നൽകുകയും ദിലീപിന് വേണ്ടി വീഡിയോ ഇടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സംഭവത്തിലും അതിജീവിയെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ആദ്യം ഇടുന്നു, പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ മാറ്റത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നതും വ്യക്തമാണ്. ആ പോസ്റ്റിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അർജുൻ? സ്മൃതി, അതായത് മുൻ DGP ആയിട്ടുള്ള ആർ ശ്രീലേഖ ഇന്ന് രാവിലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നത് അതിജീവിതയെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള ആ യുവതിയെ തീർത്തും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എന്തുകൊണ്ടാണ് ഈ യുവതി പരാതി നൽകാൻ വേണ്ടി ഇത്രയും താമസിച്ചത്? കൊള്ളയിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വമ്പന്മാരായിട്ടുള്ള ചില നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന ധ്വനിയോട് കൂടിയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ആർ ശ്രീലേഖ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. തീർത്തും അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ആർ ശ്രീലേഖ ആ ഘട്ടത്തിൽ ഈ ഫേസ്ബുക്കിനകത്ത് കുറിച്ചത്. അതിനകത്ത് ഒരു വരി പോലും ഈ പെൺകുട്ടിക്ക് ഒരു പിന്തുണ നൽകുന്നതിന് പോലും ഈ പറയുന്ന ആർ ശ്രീലേഖ തയ്യാറായിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനിടയിലാണ് BJPയെ കൂടി പ്രതിരോധത്തിലാക്കുന്ന BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി കൂടിയായ ആർ ശ്രീലേഖയുടെ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ നിലപാട് മാറ്റം വ്യക്തമാക്കുകയുമാണ് ഇപ്പോൾ.